കേരളത്തിൽ പട്ടികവർഗ വിഭാഗത്തിന് അധ്യക്ഷസ്ഥാനം സംവരണം ചെയ്ത ഏക നഗരസഭയാണ് വയനാട്ടിലെ മാനന്തവാടി. നിലവിലുള്ള മാനന്തവാടി പഞ്ചായത്ത് അതേ രൂപത്തിൽ നഗരസഭയാകുമ്പോൾ ഭരണം പിടിക്കാൻ ഇരു മുന്നണികളും കടുത്ത പോരാട്ടത്തിലാണ്. 23 വാർഡുകളുള്ള പഞ്ചായത്ത് നഗരസഭയാകുമ്പോൾ 36 വാർഡുകളാണുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന വയനാടിന്റെ തലസ്ഥാന പട്ടണമായിരുന്നു മാനന്തവാടി. വയനാട് ജില്ലാ രൂപീകരണത്തോടെ ആസ്ഥാന പദവി നഷ്ടപ്പെട്ടെങ്കിലും റവന്യൂ ഡിവിഷൻ തലസ്ഥാനമായ മാനന്തവാടിയിലാണ് ജില്ലാ ആശുപത്രി പോലുള്ള പല പ്രമുഖ സ്ഥാപനങ്ങളും ഇപ്പോഴുമുള്ളത്. വൈകിയാണെങ്കിലും നഗരസഭാ പദവി മാനന്തവാടിയെ തേടിയെത്തുമ്പോൾ ചെയർമാൻ സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിനാണ് സംവരണം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏക പട്ടികവർഗ സംവരണ മുനിസിപ്പാലിറ്റിയാണ് മാനന്തവാടി. 35 വർഷം തുടർച്ചയായി LDF ഭരിച്ച മാനന്തവാടി പഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് UDF തിരിച്ചുപിടിച്ചത്. സാധാരണക്കാർക്ക് വേണ്ട പദ്ധതികൾ നടപ്പാക്കിയതിനാൽ UDFന് ഭരണ തുടർച്ച ഉറപ്പാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി തോമസ് പറയുന്നു. സമ്പൂർണ്ണ ഭവന പദ്ധതിയാണ് ആദിവാസി മേഖലയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് വളരെ താല്പര്യത്തോടു കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് ഒരു വലിയ മികവല്ലെങ്കിൽ പോലും സാധാരണക്കാരൻ്റെ ഓരം ചേർന്ന് നിൽക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള അതിനൊരു ഭരണപക്ഷ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ എന്തു വില കൊടുത്തും മാനന്തവാടിയിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് LDF. വാഗ്ദാനം ചെയ്ത ഒരു കാര്യവും നടപ്പിലാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ലെന്ന് LDF നേതാക്കൾ പറയുന്നു. ഒരു പതിറ്റാണ്ടിലധികം മാനന്തവാടി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന EM ശ്രീധരനെ അടക്കം രംഗത്തിറക്കിയാണ് LDFന്റെ പടപ്പുറപ്പാട്. റിപ്പോർട്ടർ, വയനാട്.